ലൈവിൽ മുട്ടുകുത്തി നിന്ന് അനുമോളെ തൊഴുതു പിടിച്ചുകൊണ്ട് അനീഷ് പറയുകയാണ്, കമ്പനി പൂട്ടിക്കല്ലേ മേഡം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ, ക്വാളിറ്റി ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യൂ എന്ന് പറഞ്ഞ് അനുമോളുടെ അടുത്ത് ചെന്ന് നിന്ന് മുട്ടുകുത്തി നിന്ന് കൈ തൊഴുത് പിടിച്ചാണ് അനീഷ് പറയുന്നത്. അനുമോളുടെ പുറകെ നടക്കുകയാണ്. അനുമോൾ എങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നു അങ്ങോട്ടൊക്കെ അനീഷും പോകുന്നു, ചെല്ലുന്നു, മുട്ടുകുത്തി നിൽക്കുന്നു, കൈ തൊഴുത് പിടിച്ച് പറയുന്നു, അനുമോളെ പ്ലീസ് കമ്പനി പൂട്ടിക്കരുത്, അക്സെപ്റ്റ് ചെയ്യൂ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ, ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അനുമോളെ കൺവിൻസ് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല, ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആകെപ്പാടെ ഒരെണ്ണം മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. 6 ബോട്ടിലുകളാണ് അനീഷിൻ്റെ കമ്പനി ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ നെവിൻ്റെ കമ്പനി 3 ബോട്ടിലുകളും ഉണ്ടാക്കി കൊടുത്തു. നെവിൻ്റെ ഫുള്ള് റിജക്റ്റ് ചെയ്തു. അനീഷിൻ്റെ ഒരെണ്ണം മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. അനുമോൾക്ക് ഭയങ്കര പിടിവാശിയാണ്. അനുമോൾ വരച്ച വരയിൽ അവിടെ എല്ലാവരും നിൽക്കണം. പക്ഷേ ബാക്കിയുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അനുമോൾ പറഞ്ഞതിൽ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അനുമോൾ തയ്യാറാകുന്നേ ഇല്ല. അനുമോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ, ആ ബോട്ടിലിൽ ചളുക്കമുണ്ട്. പക്ഷേ ബാക്കി എല്ലാ ബോട്ടിലും ചളുക്കമുള്ളതിൻ്റെ പേരിൽ അനുമോൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ജിഷിൻ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് റിജക്റ്റ് ചെയ്തു, ഇനി കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, അതല്ലാതെ ഞാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് തന്നെയാണ് അനുമോൾ പറയുന്നത്. അനുമോൾ പറയുന്നതിൽ ഒരപ്പുറം 1 ഇഞ്ച് മാറാൻ അനുമോൾ സമ്മതിക്കുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും അനുമോൾ തയ്യാറാകുന്നില്ല. പക്ഷേ അനുമോൾ പറയുന്നതിൽ ഒരു ന്യായമില്ല. കാരണം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പോലെ തോന്നുന്നു. കാരണം അനുമോൾ ചളുങ്ങിയത് ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തു, പക്ഷേ റിജക്റ്റ് ചെയ്ത സാധനങ്ങൾക്കെല്ലാം ചളുക്കമുണ്ട് താനും. അപ്പോൾ അതെന്തിൻ്റെ പേരിലാണ് റിജക്റ്റ് ചെയ്തത്? അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ അൺഫെയർ ആയിട്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. പക്ഷേ അനുമോളുടെ ഗെയിമാണ്, അനുമോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം. ഗെയിമായിട്ട് നോക്കുമ്പോൾ അനുമോളുടേതായിട്ടുള്ള ഗെയിം കളിച്ചു, അത് അനുമോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാമല്ലോ. പക്ഷേ ടാസ്ക് ഒന്നും കൂടെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പിടിവാശി കാണിക്കായിരുന്നു, എന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്ത് വിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് ഒരു രീതിയിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നില്ല. ഒരു അനുമോൾ വരച്ച വരയിൽ എല്ലാവരും നിൽക്കണം. അതാണ് അനുമോളുടെ സ്റ്റാൻഡ് അവിടെ. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. ഇതിപ്പോൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് ഇപ്പോൾ ലൈവിൽ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.